ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ വൂൾസിനെ നേരിടാൻ പോവുകയാണ് മാച്ച് വീക്ക് 16. വെറും 2 പോയിന്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ ഇപ്പം നമ്മൾ മാൻ സിറ്റി തമ്മിൽ. മാൻ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നാളെ ക്രിസ്റ്റൽ പാലസ് എവെയാണ്. സോ ദാറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച്. ഷോൺ ഫിലിപ്പ് മെറ്ററ്റ ഇഞ്ചുറി അല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ആ മെറ്ററ്റയുടെ ഫോമും ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിക്കാനുള്ള ആ ഒരു കളിയും ഒക്കെ നാളെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചെൽസി വേഴ്സസ് എവർട്ടൺ, പിന്നെ ലിവർപൂൾ വേഴ്സസ് ബ്രൈറ്റൺ ഗെയിം. ഇതെല്ലാം മാച്ച് വീക്ക് 16 നല്ല ആക്ഷൻ പാക്ഡ് ഗെയിം തന്നെയാണ്. ഇപ്പോൾ ആർസണൽ വേഴ്സസ് വൂൾസ് ഗെയിമിലേക്ക് വരുവാണെങ്കിൽ നോ എക്സ്ക്യൂസ്, വിൻ അല്ലാതെ വേറെ ഒരു സംസാരം പാടില്ല. സിമ്പിൾ ആസ് ദാറ്റ്. നാളെ ഗ്യോക്കറൈസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. മിനിമം 2 ഗോൾ അടിക്കണം. ഗ്യോക്കറൈസ് പ്രൂവ് ചെയ്യണം, അതായത് ഹീ ഈസ് ദ മാൻ, ഹീ ഈസ് ദ സ്ട്രൈക്കർ, ഹീ ഈസ് ദ ഗോൾ സ്കോറർ എന്നുള്ളൊരു സാധനം ഗ്യോക്കറൈസ് നാളെ പ്രൂവ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളത്തെ ടീമിൻ്റെ ഒരു സെലക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഓക്കെയാണ് ക്രിസ്ത്യൻ നോർഗാർഡ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. ഞാൻ ഓക്കെയാണ് സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലബ് ബ്രൂഷുമായിട്ട് കളിച്ചപ്പം ഏത് അതുപോലെ തന്നെ ഫോർമേഷൻ ഇട്ടാലും ഐ എം ഓക്കെ. എനിക്ക് അതിനകത്ത് ഒരു ചേഞ്ചസും വരുത്താനൊന്നുമില്ല. ഈവൻ ഡെക്ലാൻ റൈസ് കളിപ്പിക്കേണ്ട, ഒരു ദിവസം ഒരു മാച്ചും കൂടെ റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഒരു ഗെയിം പോലും വിടാതെയാണല്ലോ ഇത്രയും കളി കളിച്ചതും. സോ 2 ഗെയിം റെസ്റ്റൊക്കെ ഫോർ മീ അതൊരു വലിയൊരു ചേഞ്ചസ് വരത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ടഫ് ഫിക്ചേഴ്സും വന്നുകൊണ്ടിരിക്കുകയല്ലോ. സോ ഡെക്ലൻ റൈസിന് റെസ്റ്റ് ആവാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം സെൻട്രൽ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നോർഗാർഡ്, ഹിൻകപ്പിയെ, റൈറ്റ് ബാക്ക് ടിംബർ ഓർ വൈറ്റ്, ഈതർ ഇറ്റ് വർക്ക്സ്. പക്ഷേ ലെഫ്റ്റ് ബാക്ക് ഞാൻ MLS ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാലഫിയോറി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മിഡിലേക്ക് വരുമ്പോൾ മെറീനോ, സുബമെൻഡി, ഓഡഗാർഡ്. സുബമെൻഡിക്ക് എനിക്ക് തോന്നുന്നു സുബമെൻഡിക്ക് വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാം. സുബമെൻഡി വേഴ്സസ് റൈസ് വേണമെങ്കിൽ ആ ഒരു സ്വിച്ച് വേണമെങ്കിൽ നടത്താം, ഓപ്ഷൻ ഉണ്ട് അവിടെ. അല്ലെങ്കിൽ ഈത്തൻ വെനിയറിക്ക് ചാൻസ് കൊടുക്കാം, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ലെഫ്റ്റ് മാർട്ടിനെല്ലി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം കാര്യം ശരിയാണ്. മാച്ചിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെയും തെറ്റുകുറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റും പുള്ളിയുടെ വർക്ക് റേറ്റ് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റത്തില്ല. ഡിഫെൻസീവ്ലി പുള്ളി അടിപൊളിയാണ്. പിന്നെ കഴിഞ്ഞ കളിയിൽ നല്ലൊരു കിടിലും ഗോളും സ്കോർ ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലെഫ്റ്റിൽ മിക്കവാറും മാർട്ടിനെല്ലി ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ റൈറ്റിൽ സാക്ക ആൻഡ് സെൻറ്റർ നമ്മുടെ ഗ്യോക്കറൈസ്. വെരി ഗുഡ് ഇനഫ് ടീം ടു ബീറ്റ് വൂൾസ്. നോ എക്സ്ക്യൂസ്. അവർ ഒരു കളി പോലും കഴിഞ്ഞ 5 കളിയിൽ ജയിച്ചിട്ടില്ല. സോ ഇതൊരു എക്സ്ക്യൂസായിട്ട് നമുക്ക് കാണാൻ, ജയമല്ലാതെ വേറൊരു സംസാരമില്ല ആ ഒരു ഗെയിമിൽ. ക്രിസ്റ്റൽ പാലസ് നമുക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ എന്നാണ് നമുക്കിനി നോക്കിയിരിക്കേണ്ടത്. അവർ ഹെൽപ്പ് ചെയ്തു തരുമോ ഇല്ലയോ ദാറ്റ്സ് സെക്കൻഡറി. നമ്മൾ നമ്മുടെ പണി ചെയ്യണം. വേറെ ഒന്നുമില്ല. ലെറ്റ്സ് സീ. ഓൾറൈറ്റ്, താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ.